രാവിലെ എണീറ്റ് പുറത്തേക്ക് പോകാനിറങ്ങിയപ്പോൾ വാതിലിൻ്റെ അരികത്ത് പാല് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിപ്പൂച്ച. ഞാൻ അവനെ ഒന്ന് മാറ്റാൻ നോക്കി, അവൻ വന്നില്ല. ഞാൻ അവൻ്റെ തലയൊന്ന് മെല്ലെ തടകി കൊടുത്തു. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു അത്. അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന കോഴി വന്നു. നല്ലപോലെ മുട്ടയിടുന്ന നല്ലൊരു കോഴിയാണ് ഈ കോഴി. അതിട്ട മുട്ട ചോദിച്ചു വന്നതാണ് അടയിരിക്കാനായി. ആ കോഴിയുടെ കുറേ മുട്ടയൊക്കെ ഞങ്ങൾ വറുത്ത് കഴിച്ചായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയൊരു ഇൻക്യൂബേറ്ററിൽ പുറത്ത് കടയിൽ നിന്ന് മേടിച്ച കുറച്ച് മുട്ടയും ഒരു 5 താറാമുട്ടയും പിന്നെ ഇതിൻ്റെ ഒരു കോഴിമുട്ടയും വെച്ചായിരുന്നു. ഈ കോഴിയുടെ ഒരു കുഞ്ഞ് വിരിഞ്ഞായിരുന്നു. പൂച്ചക്കും കോഴിക്കും കൊടുക്കാലോ, മീൻ പിടിക്കാലോ. യോ യോ. പൂച്ചക്കും കോഴിക്കും കൊടുക്കാൻ മീൻ പിടിക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് ഇറങ്ങി. അങ്ങനെ ഞാൻ സ്ഥിരം മീൻ പിടിക്കണ ഒരു കണ്ടുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയി ഞാൻ. അങ്ങനെ ഞാൻ ചൂണ്ടിടൽ ആരംഭിച്ചു. ഫസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്കൊരു പൊടിക്കറുപ്പിനെ കിട്ടി. ഒരു കുഞ്ഞു മീനാണ് ആദ്യം കിട്ടിയത്. ഞാൻ എനിക്ക് കിട്ടിയ കറുപ്പിനെ മെല്ലെ ട്യൂൺ ചെയ്ത് പൊങ്ങ് പോകുന്നത് നോക്കിയിരുന്ന് പയ്യെ വലിച്ചപ്പോഴത്തേക്കും കറുപ്പ് അതിൽ ഹുക്കായി. അങ്ങനെ ഞാൻ ആ കറുപ്പിനെ കരക്ക് കയറ്റി. തീരെ ചെറുതായിരുന്നു ആ മീൻ. അങ്ങനെ ഞാൻ ആ മീനെ കുളത്തിൽ നിന്ന് ഊരി. പാത്രമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഒരു ചായക്കപ്പ് കിടപ്പുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ ആ കപ്പ് എൻ്റെ അരികത്ത് വെച്ച് അടുത്ത മീനെ പിടിക്കാൻ നേരെ കോർത്ത് പിന്നെ ഇട്ടു. നേരത്തെ കിട്ടിയ മീനിൻ്റെ അത്രയും വലിപ്പമുള്ള വേറൊരു മീനെ അപ്പം തന്നെ എനിക്ക് പിന്നെയും കിട്ടിയായിരുന്നു. അതിനെ ഞാൻ മെല്ലെ വലിച്ച് കരക്ക് കയറ്റി. മീൻ മാത്രമല്ല, ഒരുപാട് ആമകളും തവളകളും പിന്നെ കുറേ പായലുകളും മനോഹരമായ ആഫ്രിക്കൻ പായലിൻ്റെ നീല കളറിലെ പൂക്കളൊക്കെ വിരിഞ്ഞേക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞി കണ്ടമാണിത്. അങ്ങനെ ഞാൻ മൂന്നാമതും ചൂണ്ടിയിട്ട് ഒരു പൊടിക്കറുപ്പിനെ കൂടി കിട്ടി. അതിനെയും കുളത്തിൽ നിന്ന് ഊരി കപ്പിലിട്ട് രണ്ടാമത് മെല്ലെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴി പലകകളിൽ ആണി തറപ്പിച്ച് ഇവിടെ കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അതിലൊന്നും ചവിട്ടാതെ സൂക്ഷിച്ച് വേണം പോവാൻ. അങ്ങനെ ഞാൻ പയ്യെ കറുപ്പിൻ്റെ മുള്ളുകളും ചെതമ്പലും എല്ലാം കളഞ്ഞ് ശരിയാക്കി എടുത്തു. അങ്ങനെ ഇൻക്യൂബേറ്ററിൽ വിരിയിച്ചെടുത്ത കോഴിക്കുഞ്ഞിന് ഞാൻ കറുപ്പിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. വേഗം വേഗം ആ പാവം കോഴിക്കുഞ്ഞ് കഷ്ണങ്ങൾ തിന്നാൻ തുടങ്ങി. നല്ല സൗന്ദര്യമുള്ളൊരു കോഴിക്കുഞ്ഞ്. ആർത്തി കൊണ്ട് അത് പെട്ടെന്ന് കറുപ്പിൻ്റെ ചെറിയ കഷ്ണങ്ങൾ തിന്നുകയാണ്. പെട്ടെന്ന് തന്നെ അത് വീഴാനൊക്കെ പോകുന്നുണ്ട്. നടക്കാനൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. കുഞ്ഞി ചിറകും കുഞ്ഞി കാലുകളും കുഞ്ഞി തൂവലും ഒക്കെയായി കോഴിക്കുഞ്ഞ് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ആഹാരം കഴിച്ച് വലുതാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കറുപ്പിൻ്റെ കഷ്ണങ്ങൾ അതിൻ്റെ കുഞ്ഞു ചുണ്ടിൻ്റെ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിന് നല്ലൊരു ആശ്വാസം കിട്ടും. എല്ലാ പാവപ്പെട്ടവർക്കും ഇതേപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗമായി
പുറത്തു നിന്ന് കോഴിയിറച്ചി മേടിക്കാൻ വേണ്ട, നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും ചെയ്യാം. നമ്മൾ ഈ കോഴിക്കുഞ്ഞിനെ നല്ലപോലെ കെയർ ചെയ്ത് സംരക്ഷിക്കണം, അല്ലെങ്കിൽ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടംപൂച്ചകൾ, കാക്കകൾ, കീരികൾ എന്നിങ്ങനെയുള്ള ജീവജാലങ്ങളെല്ലാം ഈ പാവപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ ഭീഷണിയാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ ഒരു മുറിയിലിട്ട് അറക്കപ്പൊടി വിതറി നല്ലപോലെ നോക്കി വളർത്തി ആഹാരം കൊടുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിനെ നമുക്ക് വലുതാക്കി എടുക്കാൻ പറ്റും. അപകടകാരികളായ ജീവികളുടെ ഉപദ്രവത്തിൽ നിന്നും നമുക്കിതിനെ രക്ഷിക്കാൻ പറ്റും. പിന്നെ വെള്ളമുള്ള സ്ഥലത്ത് ഇതിനെ നിർത്തിക്കഴിഞ്ഞാൽ അപകടമാണ്. കോഴിക്കുഞ്ഞ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ മരിച്ചു പോവും. പിന്നെ താറാവും കുഞ്ഞുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഞാൻ ഇൻക്യൂബേറ്ററിൽ വെച്ച 5 താറാമുട്ടകളിൽ 3 വിരിഞ്ഞായിരുന്നു. അവർക്കും ഞാൻ ഇതുപോലെ മീൻ കഷ്ണങ്ങൾ കൊടുക്കണേ. പിടിച്ചുകൊണ്ട് വന്ന് ചൂണ്ടിയിട്ട് പിടിച്ച മീൻ ചെറുതായിട്ട് അരിഞ്ഞ് താറാക്കൾക്ക് കൊടുത്തപ്പോൾ നല്ല തീറ്റയാണ് 3 പേരും കൂടി. ബാക്കി മുട്ടകളെല്ലാം ചീത്തയായി പോയി. അത് ഞാൻ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട്. ആരോ ഇൻക്യൂബേറ്ററിൽ പിടിച്ച് കളിച്ചതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ആ മനോഹരമായ താറാവ് കുഞ്ഞുങ്ങൾക്ക് ഞാൻ നല്ലപോലെ തീറ്റ കൊടുത്തു. നല്ല ഭംഗിയായിരുന്നു അവർ ഭക്ഷണം കഴിക്കുന്നതാണ്. നല്ല ഭംഗിയുള്ള 3 താറാവുകൾ എനിക്ക് ആ ഇൻക്യൂബേറ്ററിൽ നിന്നും വിരിയിച്ചെടുക്കാൻ പറ്റി. ഈ വീഡിയോ കാണുന്ന എല്ലാ എൻ്റെ കൂട്ടുകാരന്മാരും ഇതേപോലെയുള്ള നന്മകൾ ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഇനിയും ഇതേപോലെയുള്ള നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. എൻ്റെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നന്മകൾ വിരിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.